ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നാരങ്ങാക്കറി, അതായത് നാരങ്ങ അച്ചാർ അസൽ ബ്രാഹ്മൺ സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. വിനാഗിരിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കാതെ ഒട്ടും കയ്പില്ലാത്ത രീതിയിൽ എങ്ങനെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വെൽക്കം ടു PSN സകലകല. അതിനുവേണ്ടി ഞാനിവിടെ ഒരു നല്ല പഴുത്ത നാരങ്ങ ഒരു 10-12 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 3-4 പച്ചമുളക് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഉണ്ട്, അല്പം കറിവേപ്പില. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നാരങ്ങ ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഉപ്പ് ചേർക്കേണ്ടി വരും. ഞാനൊരു 3 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതൊരു നല്ല ഗ്ലാസ് ബോട്ടിലിലേക്ക് മാറ്റുക, അടച്ചു വയ്ക്കാം. ഒരു 2 ദിവസം ഇതിങ്ങനെ ഇരിക്കണം. ഇതിനിടയ്ക്ക് ഒരു 1-2 പ്രാവശ്യം നമ്മളിതൊന്ന് ഇങ്ങനെ ഒന്ന് കുലുക്കി കൊടുക്കണം. അതിൻ്റെ ആ ഉപ്പല്ലാതെ ഒരുപോലെ ഒന്ന് പിടിച്ച് കിട്ടാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരല്പം നല്ലെണ്ണയും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട് ഞാൻ. അതിനുശേഷം നമുക്ക് കടുക് അതിലേക്കിടാം. വറ്റൽമുളക് ഇട്ടു. ഇനി അല്പം കറിവേപ്പില ഇടാം. ഒരല്പം ഉലുവയും കൂടെ അതിൽ ചേർത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കതിലേക്ക് മുളക് പൊടി, കായപ്പൊടി, ഒരല്പം ഉപ്പ് അതിലും കൂടെ ചേർക്കണം. മുളക് പൊടി ഞാനിവിടെ 1.5 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും എരിവുള്ളതും 1.5 ടീസ്പൂൺ പിരിയം മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എരിവും കളറും കിട്ടും. അതിലേക്ക് ഞാൻ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ഒന്ന് ഇളക്കുക. ആ പാത്രത്തിൻ്റെ ചൂടും എണ്ണയുടെ ചൂടും ഒക്കെ കൊണ്ട് ആ പൊടികളെല്ലാം ഒന്ന് ഒരു ഫ്രൈ ആയിട്ട് വരും. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എൻ്റെ ക്യാമറ സ്റ്റോറേജ് തീർന്ന് ഓഫായിപ്പോയി, അതുകൊണ്ട് എനിക്ക് വെള്ളം ഒഴിക്കുന്ന പോർഷൻ കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് അതൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉപ്പിട്ട് വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം. നാരങ്ങ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കതിലേക്ക് ഒരല്പം ഉലുവാപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഫൈനലായിട്ട് ഞാൻ ഉപ്പ്, പുളി, എരിവ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരല്പം പഞ്ചസാര കൂടി, ഒരു നുള്ളു പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ശർക്കരയാണ് ഇതിന് വേണ്ടത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ശർക്കര ഇല്ലാത്തതുകൊണ്ട് ഞാനൊരല്പം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പം നമ്മുടെ നാരങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. ആ ഉലുവാപ്പൊടിയൊക്കെ അതിലൊന്ന് ഇതായിട്ട് ചെറിയൊരു ഇതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് നല്ല ഗ്ലാസ് ബോട്ടിലോ വല്ലതും ആക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നമുക്കല്ലാതെ റൂം ടെമ്പറേച്ചറിൽ 3-4 ദിവസമൊക്കെ വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ദിവസം സൂക്ഷിക്കണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിനെ ഞാനൊരു ബൗളിലോട്ടാക്കുന്നു. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ബോട്ടിലാക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.